ഒരു വേട്ടക്കാരൻ വല വിരിച്ചു പക്ഷികളെ പിടിക്കാനായിട്ടായിരുന്നു വല വിരിച്ചത്. വല വിരിച്ചിട്ട് ദൂരെ പോയി ഒളിച്ചിരുന്നു. പക്ഷികളൊക്കെ അതിൽ കുടുങ്ങുന്നത് കാണാൻ. കുറെ കഴിഞ്ഞ് കുറച്ചധികം പക്ഷികൾ ഒന്നൊന്നായി കുടുങ്ങി. ഒരുപാട് പക്ഷികൾ, വലയ്ക്കുള്ളിൽ കുടുങ്ങിയ പക്ഷികൾ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങോട്ട് ചാടുന്നു, ഇങ്ങോട്ട് പറക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം, ഭയം കൊണ്ടുള്ള യുദ്ധം, രക്ഷപ്പെടാനുള്ള യുദ്ധം. സാധിക്കുന്നില്ല. കേവലം 1 മീറ്റർ നീളവും വീതിയും മാത്രമുള്ള വലയ്ക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടയുകയാണ് രക്ഷപ്പെടാൻ. ഇത്രയും കിളികളെ കിട്ടിയപ്പോൾ ഇനി കിളികളെയും കൊണ്ട് നാട്ടിലേക്ക് പോകണം. അതിന് ദൂരെ നിന്ന് വേട്ടക്കാരൻ വരാൻ തുടങ്ങി. ആ സമയത്ത് ഈ വെപ്രാളം പിടിക്കുന്ന കിളികൾക്കിടയിൽ നിന്ന് ബുദ്ധിമാനായ ഒരു കിളി എല്ലാവരോടുമായി പറഞ്ഞു, നമ്മൾ വെപ്രാളം പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല. വെപ്രാളം പിടിച്ച് ഒരാൾ തെക്കോട്ടും, ഒരാൾ വടക്കോട്ടും, ഒരാൾ പടിഞ്ഞാറോട്ടും, ഒരാൾ കിഴക്കോട്ടും, ഒരാൾ മുകളിലോട്ടും, ഒരാൾ താഴോട്ടും പറഞ്ഞിട്ടോ വെപ്രാളം പിടിച്ച് ചാടിയിട്ടോ കാര്യമില്ല. നമുക്കെല്ലാവർക്കും ഒരേ ദിശയിലേക്ക് ഒരുമിച്ച് പറക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിശ കാണിച്ചു. ഇനി വെപ്രാളം പിടിക്കരുത്, ഈ ദിശയിലേക്ക് ഞാൻ പറയുന്ന ഈ നിമിഷം പറക്കണം. ദൂരെ നിന്നും വേട്ടക്കാരൻ വരുമ്പോൾ വേട്ടക്കാരൻ കണ്ട അത്ഭുതകരമായ കാഴ്ച, വലയോടുകൂടി കിളികൾ പറന്ന് ആകാശത്തിന്റെ ഒരു കോണിലേക്ക് പോകുന്നതാണ്. ബാക്കി നമുക്ക് പിന്നീട് ചിന്തിക്കാം. അവരെവിടെ പോയി, എങ്ങനെ വല മുറിച്ചു, എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് പിന്നെ അടുത്തൊരു കഥയിൽ ചിന്തിക്കാം. എങ്കിലും ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഒരു നേതാവ് പറയുന്നത്, അത് നല്ല നേതാവ് പറയുന്നത് നല്ലവരായ ഏവരും അനുസരിക്കണം. ആ ഒരു സന്ദേശം കിട്ടുന്നുണ്ട്. മറ്റൊരു സന്ദേശം, ഐക്യത്തോടെ നിന്നാൽ അത് നമ്മുടെ വിജയപ്രാപ്തിക്ക് ഇടവരും. ഒരേ മനസ്സോടെ നിന്നാൽ നമുക്ക് വിജയപ്രാപ്തിക്ക് അല്ലെങ്കിൽ വീണ്ടും പല നന്മകൾക്ക് ഇടവരും. അങ്ങനെ 2-3 സന്ദേശങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഓരോ സന്ദേശത്തെക്കുറിച്ചും കൂടുതലായി വിശദീകരിക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഞാനിപ്പോൾ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അതായത് ഒരു നേതാവും നല്ല അനുയായികളും ചെയ്യേണ്ട രീതി എന്താണെന്ന് മാത്രം പറയാം. ഭരണം അത് സുഗമമായി നടക്കണമെങ്കിൽ നല്ല നേതാവ് വേണം. നല്ല നേതാവ് മാത്രമാണെങ്കിൽ മാത്രമേ ശിഷ്യർ അല്ലെങ്കിൽ ജനങ്ങൾ അനുസരിക്കുകയുമുള്ളൂ. എങ്കിലും ഒരു 3-4 കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുകയാണ്. ലോകത്ത് 3 തരം ഭരണ രീതികൾ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഒന്നാമത്തെ ഭരണം കൂടുതലും പണ്ടുകാലത്തുണ്ടായിരുന്ന രാജഭരണമാണ്. രണ്ടാമത്തത് ഇപ്പോഴും ഇടയ്ക്ക് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റുന്ന പട്ടാള ഭരണമാണ്. മൂന്നാമത്തത് ഇപ്പോൾ ഒട്ടുമിക്ക രാജ്യങ്ങളും അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ജനാധിപത്യ ഭരണമാണ്. അപ്പോ 3 ഭരണങ്ങളും ഒന്ന് ആലോചിക്കുക. ഞാൻ 3-4 ഭരണങ്ങളുണ്ടെന്ന് പറഞ്ഞു. 4ാമത്തെ ഭരണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അപ്പൊ ഈ 1ാമത്തെ ഭരണത്തിന്റെ പ്രത്യേകത എന്താണ്? രാജഭരണം. നല്ല കഴിവുറ്റ രാജാവാണെങ്കിൽ നല്ല ഭരണം കാഴ്ചവെക്കും, ജനങ്ങളെല്ലാം സന്തുഷ്ടരായിരിക്കും. പക്ഷെ ആ രാജഭരണ രീതിയുടെ പ്രത്യേകത എന്താണ്? രാജാവ് മരിച്ചാൽ പിന്നീട് രാജ്യം ഭരിക്കുന്നത് ഒന്നുകിൽ രാജാവിന്റെ ഭാര്യ, അല്ലെങ്കിൽ രാജാവിന്റെ മകൻ, അല്ലെങ്കിൽ രാജാവിന്റെ മകൾ, അല്ലെങ്കിൽ രാജാവിന്റെ ഉറ്റ ബന്ധുമിത്രം.
അപ്പൊ അതുകൊണ്ട് രാജാവിനുള്ള കഴിവ്, രാജാവിനുള്ള പ്രതിഭ ഒരു പക്ഷേ രാജാവിന്റെ മകന് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നല്ലവനായ ഒരു രാജാവ് മരിച്ച ശേഷം വീണ്ടും വരുന്ന ഭരണാധികാരി നല്ലതല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ഭരണവും ജനങ്ങൾ കഷ്ടപ്പാട് സഹിക്കേണ്ടി വരും. നേരെ തിരിച്ച് മോശമായ ഒരു രാജാവിന്റെ ഭരണകാലത്തിൽ നിന്ന് വ്യത്യസ്തമായ അദ്ദേഹത്തിന്റെ മരണശേഷം ഉണ്ടാവുന്ന ഭരണം, അദ്ദേഹത്തിന്റെ ഭാര്യ രാജ്ഞിയാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകൾ രാജകുമാരിയാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ രാജകുമാരനാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ, അവരാണ് രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തിലേക്ക് വരുന്നതെങ്കിലും അവർ കഴിവുറ്റവരാണെങ്കിലും നല്ല ഭരണം കാഴ്ചവെക്കാൻ പറ്റും. അതാണ് രാജഭരണത്തിന്റെ ഗുണവും ദോഷവും. ഗുണങ്ങളുണ്ട്, അതോടൊപ്പം ദോഷവുമുണ്ട്. രാജാവിൽ നിന്ന് അടുത്ത അനുയായിയിലേക്ക് പോകുമ്പോഴുള്ള ആ ഗുണമോ ദോഷമോ ആണ് അതിന്റെ പ്രത്യേകതകളിലൊന്ന്. മറ്റൊരു രണ്ടാമത് ഭരണരീതിയായി ഞാൻ പറഞ്ഞത് പട്ടാള ഭരണമാണ്. അത് പ്രത്യേകിച്ച് പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇടയ്ക്കിടെ പട്ടാളം കേറി ഭരണം ഏറ്റെടുക്കുന്നു. അവിടുത്തെ പ്രസിഡന്റിനെ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനമന്ത്രിയെ നിഷ്കാസനം ചെയ്ത് അവരുടെ സ്ഥാനത്ത് പട്ടാളം ഏറ്റെടുക്കുന്നു. പട്ടാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തിയുടെ പ്രതീകമായത് കൊണ്ടായിരിക്കാം അവർ അത് ഏറ്റെടുക്കുന്നു. അവർക്ക് ഭരണത്തിനുള്ളൊരു ആജ്ഞാശക്തിയുണ്ടോ ഇല്ലയോ എന്നതൊന്നുമല്ല. പട്ടാളത്തിനൊരു ശക്തിയുണ്ടെന്നുള്ളത് കൊണ്ടാണല്ലോ ബൈബിളിൽ തന്നെ ദൈവത്തെ സംബോധന ചെയ്യുമ്പോൾ പലപ്പോഴും സൈന്യങ്ങളുടെ കർത്താവായ ദൈവം എന്ന് പറയുന്നത്. ദൈവം സർവശക്തനാണ്. എല്ലാ ശക്തികളുടെയും എല്ലാ പ്രതിഭകളുടെയും എല്ലാ നന്മകളുടെയും എല്ലാ സൃഷ്ടികളുടെയും കൂമ്പാരമാണ്, സമ്മേളനമാണ് ദൈവം. അപ്പോ ആ അപാരമായ ശക്തി മനസ്സിലാക്കി കൊടുക്കാൻ ഒരു പ്രാദേശിക ഭാഷയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന ഭാഷ ഉപയോഗിച്ചത് കൊണ്ടാണ് സൈന്യങ്ങളുടെ കർത്താവായ ദൈവം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റി. സാധാരണ ഗ്രാമീണർക്കും അധികം വിദ്യാഭ്യാസമില്ലാത്തവർക്കും എല്ലാവർക്കും മനസ്സിലാകാൻ എളുപ്പമുള്ളത് ഇതാണല്ലോ. ശക്തിയുടെ പ്രതീകമായി മനുഷ്യർ കണക്കാക്കുന്ന ഫലങ്ങളിലൊന്ന് സൈന്യമാണല്ലോ എന്ന് കരുതിയായിരിക്കാം സൈന്യങ്ങളുടെ കർത്താവായ ദൈവം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ ദൈവത്തിന് സൈന്യമോ ഒന്നുമില്ല, സൈന്യത്തിന്റെ ആവശ്യവുമില്ല. എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാലും നടക്കും, എന്ത് ചെയ്യണ്ട എന്ന് വിചാരിച്ചാൽ അത് ചെയ്യാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് പട്ടാള ഭരണത്തെക്കുറിച്ചാണ്. അപ്പോൾ പട്ടാളം ഭരണം ഏറ്റെടുത്താൽ, സൈന്യം ഭരണം ഏറ്റെടുത്താൽ കഴിവുറ്റവരാണെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ ഭരണം നടക്കും. പക്ഷേ ജനങ്ങൾ അസന്തുഷ്ടരായിരിക്കും. ആ പട്ടാള ചിട്ടയോടെയായിരിക്കും ഭരിപ്പിക്കുന്നത്, പേടിയോടെയായിരിക്കും ജനങ്ങൾ ജീവിക്കുന്നത്. ആ നല്ല രാജാവിന്റെ കാലത്ത് ഉണ്ടാകുന്ന സന്തോഷ സമാധാനവും പട്ടാള ഭരണത്തിൽ ഉണ്ടാകണമെന്നില്ല. ചീത്ത രാജാവിന്റെ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നുള്ളത് തൽക്കാലം മറക്കുക. അപ്പോൾ അസമാധാനത്തോടു കൂടിയായിരിക്കും പട്ടാള ഭരണത്തിൽ ജീവിക്കുന്നത് ബഹുഭൂരിപക്ഷം പേരും. നല്ല ഭരണം അവർ ഒരുപക്ഷെ കാഴ്ചവെച്ചേക്കാം. എന്നാൽ പോലും ആ പട്ടാള മുറ, തോക്കിന്റെ രീതി, ബോംബിന്റെ രീതി, പീരങ്കിയുടെ രീതി എന്നും ഭയന്നുകൊണ്ട് വേണം ജീവിക്കാൻ. അപ്പോൾ രാജഭരണത്തെക്കുറിച്ച് പറഞ്ഞു, പട്ടാള ഭരണത്തെക്കുറിച്ച് പറഞ്ഞു. ഇനിയുള്ളത് ജനാധിപത്യ ഭരണമാണ്. ജനങ്ങൾ തന്നെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് ഭേദപ്പെട്ട വ്യക്തിയെ തന്നെയാണ്. അത് രാജാവിന്റെ മകന് രാജകുമാരനെ രാജാവാക്കുന്നത് പോലെ ആക്കുന്നതല്ല. ജനങ്ങൾ മുഴുവൻ അംഗീകരിച്ച് നേതാവായി തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടാൽ അത് ആരായാലും, കോൺഗ്രസ് ആയാലും BJP ആയാലും മാർക്സിസ്റ്റ് പാർട്ടി ആയാലും ഏത് ശക്തിയായാലും പുരോഗതി ഉണ്ടാവും. അത്
പെട്ടെന്നുള്ളൊരു പുരോഗതി ആയിരിക്കില്ല. ഒരുപക്ഷെ രാജഭരണത്തിൽ പെട്ടെന്ന് പുരോഗതി ഉണ്ടായിരിക്കാം നല്ലൊരു രാജാവിന്റെ കീഴിൽ. ഒരുപക്ഷെ പട്ടാള ഭരണത്തിൽ പെട്ടെന്ന് പുരോഗതി ഉണ്ടായിരിക്കാം അവരുടെ അധികാര ചിട്ടയോടുകൂടിയുള്ളത്. പക്ഷെ ജനാധിപത്യത്തിൽ പെട്ടെന്ന് വേണമെങ്കിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ടവർ മികച്ചവരായത് കാരണം ഒരിക്കലും പെട്ടെന്നൊരു അധോഗതി ഉണ്ടാവില്ല. അപ്പൊ സമതുലനപ്പെട്ട് മുന്നോട്ട് പോകും. എന്തായാലും നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം പുരോഗതി ഉണ്ടായിരിക്കും. അത് പ്രോഗ്രഷൻ എന്ന നിലയിലുള്ള പുരോഗതി ആയിരിക്കില്ല, പ്രോഗ്രസീവ് ആയിട്ടുള്ള പുരോഗതി. എന്താണ് പ്രോഗ്രഷൻ? 1, 2, 3, 4 എന്ന് എണ്ണിപ്പോയാൽ അത് എണ്ണൽ സംഖ്യകളാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ അതിന് പകരമായി 1, 1 ശേഷം 4, 9, 16, 25 എന്ന് പറഞ്ഞ് എണ്ണിപ്പോയാൽ അതിന് പ്രോഗ്രഷൻ എന്നാണല്ലോ പറയുന്നത്. 1 ഗുണിച്ചുണ്ടാകുന്ന സംഖ്യയാണ് 1, 2 2 ഗുണിച്ചുണ്ടാകുന്ന സംഖ്യയാണ് 4, 3 ഗുണിച്ചുണ്ടാകുന്ന സംഖ്യയാണ് 9. അങ്ങനെ വരുന്ന സംഖ്യകൾ ചേർത്ത് പറയുന്നതിനെയാണല്ലോ പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. 1, 4, 9, 16, 25, 36 എന്നുള്ളത്. അപ്പോ ജനാധിപത്യ ഭരണത്തിന് കീഴിൽ തീർച്ചയായിട്ടും പുരോഗതി ഉണ്ടായിരിക്കും, ഒരിക്കലും അധോഗതി ഉണ്ടാവില്ല. അത് സാവധാനമേ പൊങ്ങുകയുള്ളൂ എന്നുള്ള വ്യത്യാസം മാത്രം. പക്ഷേ രാജഭരണത്തിൽ ഒരു പക്ഷേ എന്ന് പറയേണ്ടി വരും, ചിലപ്പോൾ നല്ല ഭരണമായിരിക്കാം. ഒരു പക്ഷേ എന്ന് പറയേണ്ടി വരും, വളരെ മോശമായ ഭരണമായിരിക്കും. അതുപോലെ പട്ടാള ഭരണത്തിലും ഒരു പക്ഷേ എന്ന് പറയേണ്ടി വരും, സമാധാനമില്ലാത്ത ജനങ്ങൾ ജീവിക്കേണ്ടി വരുമെന്ന് പറയും. അതുപോലെ തിരിച്ചും പറയാം, ഒരു പക്ഷേ സമാധാനത്തോടുകൂടി ജനങ്ങൾ ജീവിക്കാൻ പറ്റും. അപ്പൊ ഞാൻ 3 ഭരണരീതികളെ പറഞ്ഞു. യഥാർത്ഥത്തിൽ 3 ഭരണരീതികൾ മാത്രമേ ലോകം പറയുന്നുള്ളൂ. ഞാനൊരു 4ാമതൊരു ഭരണരീതി കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എന്താണ് ഈ ഭരണരീതികളെ കുറിച്ച് പറയാനുണ്ടായ സാഹചര്യം? കിളികളുടെ കഥ. ഒരു നേതാവ്, അത് നല്ല നേതാവായിരിക്കണം, അനുയായികൾ നല്ല അനുയായികളായിരിക്കണം. ഇത് രണ്ടും ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്ന പുരോഗതിയെക്കുറിച്ച് പറയാനാണ്. അപ്പോ 4ാമത് ഭരണരീതി പറയുകയാണ്. ഞാൻ മുംബൈയിൽ, പണ്ടത്തെ ബോംബെയിൽ മുളുണ്ടിൽ താമസിക്കുന്ന സമയത്ത് എന്റെ ചേച്ചി, സിസ്റ്ററുടെ കോൺവെന്റ്, ചേച്ചി കന്യാസ്ത്രീയാണ്, സിസ്റ്റർ കോൺവെന്റിൽ ഞാൻ പോകും ഇടയ്ക്കിടെ. അവിടെ 4 കന്യാസ്ത്രീകളേ ഉള്ളൂ. 3 കന്യാസ്ത്രീയും 4ാമത്തെ ആള് സുപ്പീരിയറും. അവരുടെ നേതാവിന്റെ പേരാണ് സുപ്പീരിയർ. ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ 3 പേർക്കും കൂടിയുള്ള സുപ്പീരിയർ ആണ്, രാജാവാണ്, അല്ലെങ്കിൽ പട്ടാള മേധാവിയാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാണ്. രാജഭരണത്തിലുള്ള രാജാവാണ്, പട്ടാള ഭരണത്തിലുള്ള നേതാവാണ്, അല്ലെങ്കിൽ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനങ്ങളിലുള്ളവർക്ക് സമാനമായ ഒരു നേതൃപദവിയാണ് സുപ്പീരിയർ. പക്ഷേ ഒരു രാജാവിനുള്ള തലവേദന, ഒരു പട്ടാള മേധാവിക്കുള്ള തലവേദന, ഒരു മന്ത്രിക്കുള്ള തലവേദന ഈ സുപ്പീരിയറിനുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ പറയും 3 പേരില്ലേ ഉള്ളൂ, അതാണ് കാരണമെന്ന് പറയും. അതല്ല കാരണം. 3 പേരും വന്നിരിക്കുന്നത്, 3 പേരല്ല 4 പേരും, അതിലൊരാൾ സുപ്പീരിയറായി എന്ന് മാത്രം. 4 പേരും വന്നിരിക്കുന്നത് ഒരു നിശ്ചിത സ്പിരിറ്റോടുകൂടിയാണ്, നിശ്ചിത പ്രചോദനത്താലാണ്. എന്താണ് പ്രചോദനം? ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വന്നിരിക്കുന്നു, ഞാൻ ദരിദ്രർക്ക് സേവനം ചെയ്യാൻ വന്നിരിക്കുന്നു, ഞാൻ നല്ല ജീവിതം നയിക്കാൻ വന്നിരിക്കുന്നു, ഞാൻ ആത്മീയതയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നു, ഞാൻ ലൗകികതയെ ഉപേക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുന്നു, ഞാൻ സന്യസ്ത ജീവിതത്തിന് വേണ്ടി വന്നിരിക്കുന്നു. ഒരേ ലക്ഷ്യം 4 പേർക്കും. അപ്പോൾ ആരെങ്കിലും ആരെയെങ്കിലോടും ആജ്ഞാപിക്കേണ്ട ആവശ്യമുണ്ടോ? ആ പദവി പേരിന് മാത്രം, ആ പേര് മാത്രം ഉണ്ടായാൽ പോലും ഒരു വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒരു സുപ്പീരിയർക്ക് ആ നേതൃത്വത്തെ കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെ സുപ്പീരിയർമാർ ചേർന്ന് കഴിഞ്ഞാൽ, പല പല കോൺവെന്റുകൾ ചേർന്ന് കഴിഞ്ഞാൽ അതവരുടെ മേധാവിയുണ്ട്, പ്രൊവിൻഷ്യൽ. അങ്ങനെ പല പ്രൊവിൻഷ്യൽമാർ ചേർന്ന് കഴിയുമ്പോൾ അവർക്കൊരു മേധാവിയുണ്ട്, മദർ സുപ്പീരിയർ. ഈ മദർ സുപ്പീരിയർ ഉൾപ്പെടെ, സാധാരണ സുപ്പീരിയർ ഉൾപ്പെടെ ആർക്കും ഒരു തലവേദനയില്ലാത്ത ഭരണം കാഴ്ചവെക്കാൻ പറ്റുന്നു. എന്തുകൊണ്ട്? നേതാവും അനുയായികളും
നല്ലവരാണ്, ഒരേ ലക്ഷ്യത്തോടുകൂടി വന്നിരിക്കുന്നു, ഒരേ ദിശയിലേക്ക് പറക്കാൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഒരു വേട്ടക്കാരനും ഈ തരത്തിലുള്ള നേതൃത്വത്തെ നശിപ്പിക്കാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമാണ് ഞാൻ വിചാരിക്കുന്നു. കിളികൾ ഒരേ ദിശയിലേക്ക് നല്ല നേതാവിന്റെ കൂടെ നല്ല അനുയായികൾ പറഞ്ഞതുപോലെ ഒരു കോൺവെന്റിലെ അല്ലെങ്കിൽ ഒരു സന്യാസ ഭവനത്തിന്റെ, പുരോഹിതന്മാർ ജീവിക്കുന്ന ഒരു സന്യാസ ഭവനത്തിന്റെ നേതാവിന്, സുപ്പീരിയറിന് ഒരു വലിയ തലവേദനയല്ല നേതൃത്വം. കാരണം അനുയായികളും നേതാവും ഒരേ ലക്ഷ്യത്തിനായി വന്നിരിക്കുന്നു, ആത്മീയതയ്ക്കായി വന്നിരിക്കുന്നു, ദൈവത്തിനായി വന്നിരിക്കുന്നു, ദരിദ്രരെ സേവിക്കാനായി വന്നിരിക്കുന്നു, പ്രാർത്ഥനാ ജീവിതത്തിനായി വന്നിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാം. ഒരേ ലക്ഷ്യം നേതാവിനും അനുയായികൾക്കും ഉള്ളപ്പോൾ ഭരണം സുഗമമാകുന്നു. അപ്രകാരം സുഗമമായ ഭരണം നടത്താൻ, സുഗമമായ നേതൃത്വം എല്ലാ രംഗത്തും ഉണ്ടാവാൻ, രാജ്യത്തിന്റെ നേതൃത്വം മാത്രമല്ല, ഏറ്റവും ചെറിയ നേതൃത്വം ഭവനങ്ങളിലുണ്ട്. ഭവനത്തിന്റെ നേതൃത്വം പിതാവിനാണെങ്കിൽ ആ പിതാവിനെ തകർത്തെറിഞ്ഞുകൊണ്ട് സ്ത്രീ ശാക്തീകരണം എന്ന രീതിയിൽ അമ്മ തലയുയർത്തിയാൽ, മോൻ തലയുയർത്തിയാൽ, മോൾ തലയുയർത്തിയാൽ ചില സംഘർഷങ്ങൾക്ക് ഇടവരും. ഒരേ ലക്ഷ്യത്തോടെ പോകുന്ന ഭവനം, പ്രാർത്ഥിക്കുന്ന ഭവനം, സ്നേഹത്തോടെ പോകുന്ന ഭവനം, പിതാവിന്റെയും മാതാവിന്റെയും അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഭവനം സന്തുഷ്ട കുടുംബമായി മാറും. എല്ലാ നേതൃത്വവും ഒരു നല്ല നേതാവുണ്ടാവണം, ഒരേ ലക്ഷ്യത്തോടെ പോകുന്ന അനുയായികളും ഉണ്ടാവണം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അടുത്ത കഥയെക്കുറിച്ച് കൂടി ഞാനൊരു സൂചന ഞാനിപ്പോൾ തരികയാണ്. ഞാനിപ്പോൾ പിതാവിനെ തകർത്തെറിയാൻ, അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ മറവിൽ, അല്ലെങ്കിൽ സ്ത്രീ സംവരണത്തിന്റെ മറയിൽ, അല്ലെങ്കിൽ സ്ത്രീ എന്ന മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന ഇക്കാലഘട്ടത്തെ ചില സ്ത്രീകളുടെ രീതിക്കനുസരിച്ച് പറഞ്ഞപ്പോൾ, ചില സ്ത്രീകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ, തലയുയർത്തിയാൽ എന്നൊരു വാക്കുപയോഗിച്ചു. കൃത്യമായി എന്ത് വാക്കാണ് ഉപയോഗിച്ചത് ഞാൻ ഓർമ്മിക്കുന്നില്ല. 1 മിനിറ്റ് മുമ്പാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. പിതാവിനെതിരെ കൈ ഉയർത്തിയാൽ അല്ലെങ്കിൽ തല ഉയർത്തിയാൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തിന്റെ മറവിലോ മറ്റേതെങ്കിലും മറവിലോ ഉയർത്തിയാൽ എന്ന് പറഞ്ഞപ്പോൾ, ഉയർത്തിയ തല ഉള്ള ഒരു ജീവിയുടെ ഓർമ്മ മനസ്സിൽ വന്നു. അത് ഒരു ഞാഞ്ഞൂള് തലയുയർത്തിയ കഥയാണ്. അടുത്ത എപ്പിസോഡിൽ ഞാഞ്ഞൂള് തലയുയർത്തിയ കഥ ഞാൻ പറയാം. അതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.